ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രോക്യാരിയോട്ടിക് സെൽ എൻവലപ്പിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പല എക്സാംസിനും ചോദിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന ബയോളജി റിലേറ്റഡ് ആയിട്ട് PSCക്ക് ചോദിക്കാം, പിന്നെ KTET, CTET, പിന്നെ അതുപോലെ തന്നെ സെറ്റ്, നെറ്റ് ലെവൽ എക്സാംസിന് ചോദിക്കാം, പിന്നെ HSA, HSST, LPUP ഈ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഈ പ്രോക്യാരിയോട്ടിക് സെൽ എൻവലപ്പ്. അതിൽ തന്നെ ഈ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് അതിലെ കമ്പോണൻസ് ഇപ്പോഴും ഈ നടന്ന HSST സുവോളജിക്കും അതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. കോശ ആവരണവും ഗ്ലൈക്കോകാലിക്സും അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. മിക്ക പ്രോക്യാരിയോട്ടിക് കോശങ്ങൾക്കും കെമിക്കലുകളാൽ നിർമ്മിതമായിട്ടുള്ള 3 പാളികളുള്ള ഒരു കോശാവരണം ഉണ്ട്, സെൽ എൻവലപ്പ് ഉണ്ട്. ഇതിൽ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് നമ്മൾ ഗ്ലൈക്കോകാലിക്സ് എന്ന് വിളിക്കുന്നത്. ഗ്ലൈക്കോകാലിക്സിൻ്റെ ഘടന പറയുകയാണെങ്കിൽ അത് ഓരോ ബാക്ടീരിയയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ ഗ്ലൈക്കോകാലിക്സ് ആണ് ഏറ്റവും പുറമേ ഉള്ള പാളി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്, ക്യാപ്സ്യൂളും സ്ലൈം ലെയറും. സ്ലൈം ലെയർ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോകാലിക്സ് വളരെ അയഞ്ഞതും നേർത്തതുമായിട്ടുള്ള, വളരെ ലൂസ് ആൻഡ് വളരെ കട്ടി കുറഞ്ഞതാണെങ്കിൽ അത്തരത്തിൽ ഉള്ള ഗ്ലൈക്കോകാലിക്സിനെ നമ്മൾ സ്ലൈം ലെയർ എന്ന് വിളിക്കുന്നു. ഇത് കോശം ഇങ്ങനെ വറ്റി വരണ്ട് നശിച്ചു പോവാതെ, ജലാംശം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയാണ് സ്ലൈം ലെയറിൻ്റെ ഫങ്ഷൻ. ഇനി ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഗ്ലൈക്കോകാലിക്സ് വളരെ കട്ടിയുള്ളതും ദൃഢവുമായിട്ടുള്ള പാളിയായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ബാക്ടീരിയകളെ രോഗപ്രതിരോധ കോശങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് ക്യാപ്സ്യൂളിൻ്റെ ധർമ്മം. അടുത്തത് രണ്ടാമത്തെ പാളിയാണ് സെൽ വോൾ എന്ന് നമ്മൾ പറയും. മൂന്നാമത്തത് ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് പ്ലാസ്മ മെമ്പറൈൻ. ഇനി ഗ്രാം സ്റ്റെയിനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ബാക്ടീരിയകളെ തിരിച്ചറിയാനായിട്ടാണ് ഗ്രാം സ്റ്റെയിനിങ് ഉപയോഗിക്കുന്നത്. ഡെവലപ്പ് ചെയ്തത് ക്രിസ്ത്യൻ ഗ്രാം ആണ്. സോ ഈ ഗ്രാം സ്റ്റെയിനിങ്ങിനോടുള്ള പ്രതികരണം അനുസരിച്ച് ബാക്ടീരിയ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇപ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഏജൻസ് ആണ് ക്രിസ്റ്റൽ വയലറ്റ്, ഗ്രാം സൈഡിൻ, അസറ്റോൺ അല്ലെങ്കിൽ എത്തനോൾ, സാഫ്രാനിൻ. ഇപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെയിനാണ്. അതായത് ഇപ്പം ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവ് സെല്ലിനെ നമ്മൾ ഇട്ടിട്ട് അതിലേക്ക് ഈ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് സെൽസിന് പേർപ്പിൾ കളർ കൊടുക്കും. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഗ്രാംസ് അയഡിനെ ആഡ് ചെയ്യും. അതാണ് മോർഡൻറ്റ്. മോർഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെയിനെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് നല്ലപോലെ സെൽ വോളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഗ്രാം സൈഡ്. ഇനി അസറ്റോൺ അല്ലെങ്കിൽ എത്തനോൾ എന്ന് പറയുന്നത് ഡീകളറൈസറാണ്. അതായത് ഇതെന്ത് ചെയ്യും? ഇത് ക്രിസ്റ്റൽ വയലറ്റിനെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സെൽസിൽ നിന്ന് വാഷ് ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ അസറ്റോൺ അല്ലെങ്കിൽ എത്തനോൾ ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ വാഷ് ചെയ്യാം, ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ വാഷ് ചെയ്യേണ്ട, അങ്ങനെയല്ല. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആകുമ്പോൾ അതിന് ആ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് നല്ല തിക്കായിരിക്കും. അപ്പോൾ തിക്കായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഈ അസറ്റോൺ അല്ലെങ്കിൽ എത്തനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സ്റ്റെയിൻ ഇളകി പോകത്തില്ല. പക്ഷേ നെഗറ്റീവ് ബാക്ടീരിയ ആകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ സ്റ്റെയിന് ഇളകിപ്പോവും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കളർലെസ് ആവുകയും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ പേർപ്പിൾ കളറിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി സാഫ്രാനിൻ എന്ന് പറയുന്നത് ഒരു കൗണ്ടർ സ്റ്റെയിൻ ആണ്. ഇത് നമ്മളിപ്പം വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ കളർ പോയില്ലേ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, അത് ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? അത് അതിൻ്റെ ആ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിലൊക്കെ തങ്ങി നിന്നിട്ട് അത് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറായിട്ട് അപ്പിയർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ സാഫ്രാനിൻ കൊടുക്കുന്ന കളർ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറാണ്. സോ ഇതാണ് നമ്മുടെ ഗ്രാം നെഗറ്റീവ് സെൽസ് എന്ത് ചെയ്യുന്നത്? വലിച്ചെടുക്കുന്നത്. എന്നിട്ട് അത് പിങ്ക് കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ അപ്പിയർ ചെയ്യും. സോ ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വയലറ്റ് കളറിലാവാനുള്ള കാരണം ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിനിങ് ആണ്. ക്രിസ്റ്റൽ വയലറ്റ് അതിൻ്റെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ നല്ലപോലെ പിടിച്ചു നിൽക്കുന്നു. കാരണം തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ അവർക്കുണ്ട്. ടെക്കോയിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡും അവരിൽ കാണുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആകുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ, അതായത് ഡീകളറൈസേഷൻ സ്റ്റെപ്പിൽ അവരുടെ കളർ നഷ്ടപ്പെടുകയും പിന്നീട് അവർക്ക് കളർ കൊടുക്കുന്നത് സെക്കൻഡറി സ്റ്റെയിൻ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സാഫ്രാനിനാണ്. സോ ഇതിൻ്റെ റീസൺ എന്ന് പറയാൻ അവർക്ക് തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ഒരു അസറ്റോൺ അല്ലെങ്കിൽ എത്തനോൾ ആഡ് ചെയ്യുമ്പോൾ കളർ നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത്തെ കൗണ്ടർ സ്റ്റെയിനിങ്ങിൽ കളർ കിട്ടുന്നത്. ഇനി ലിപ്പിഡും ലിപ്പോ പോളിസാക്രൈഡും
ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളുടെ കോശഭിത്തിക്ക് പുറത്ത് ഒരു ബാഹ്യസ്തരം കൂടി ഉണ്ടായിരിക്കും. ഇത് നിർമ്മിതമായിരിക്കുന്നത് ലിപ്പോപോളിസാക്കറൈഡ് ലിപ്പിഡുകൾ എന്നിവ കൊണ്ടാണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളിലെ ഈ ലിപ്പോപോളിസാക്കറൈഡ് പാളി അവയ്ക്ക് പല ആൻറ്റിബയോട്ടിക്കുകളെയും പ്രതിരോധിക്കാനുള്ള ശേഷി നൽകുന്നു. അപ്പോൾ ലിപ്പോപോളിസാക്കറൈഡ് പാളി എന്ത് ചെയ്യുന്നു? പല ആൻറ്റിബയോട്ടിക്കുകളെയും നിയന്ത്രിക്കാനുള്ള പ്രതിരോധ ശേഷി നൽകുന്നു. ഇനി അതായത് തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് കൂടുതൽ നമുക്ക് അസുഖങ്ങൾ കോസ് ചെയ്യുന്നത്. ഇനി ചലനവുമായിട്ട് ബന്ധപ്പെട്ട ഘടനകളാണ് ഫ്ലജല്ലാർ കമ്പോണൻസ്. ചലനശേഷിയുള്ള ബാക്ടീരിയകളുടെ കോശഭിത്തിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന നേർത്ത നൂല് പോലുള്ള ഘടനകളാണ് ഫ്ലജല്ല എന്നറിയപ്പെടുന്നത്. ഒരു ബാക്ടീരിയൽ ഫ്ലജല്ലയ്ക്ക് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്: ബേസൽ ബോഡി, ഹുക്ക്, ഫിലമെൻറ്റ്. ബേസൽ ബോഡി എന്ന് പറയുന്നത് കോശസ്തരത്തിലും കോശഭിത്തിയിലുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഫ്ലജല്ലയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഈ പറയുന്ന ബേസൽ ബോഡി എന്ന് പറയുന്നത്. സോ ഇതൊരു മോട്ടോർ പോലെ പ്രവർത്തിച്ച് ഫ്ലജല്ലയെ കറക്കാനായിട്ട് സഹായിക്കും. ഇനി ഹുക്ക് എന്ന് പറയുന്നത് ബേസൽ ബോഡിയെയും പുറത്തേക്ക് നീണ്ട ഫിലമെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വളഞ്ഞ ഭാഗമാണ്. ബേസൽ ബോഡിയെയും പുറത്തേക്ക് നീണ്ട ആ ഒരു ഫിലമെൻ്റ് ഇല്ലേ, ഫ്ലജല്ലയുടെ ഫിലമെൻറ്റ്, അതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വളഞ്ഞ ഭാഗമാണ് ഹുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫിലമെൻറ്റ്. ഫിലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലജല്ലയുടെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ്. ഇത് കോശത്തിന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു. ഓക്കെ. ഇനി ക്രോമറ്റോഫോറുകൾ. ക്രോമറ്റോഫോർസ് എന്ന് വെച്ചാൽ ഈ സൈനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗ പോലുള്ളവയിൽ പ്രകാശന സംശ്ലേഷണം നടത്തുന്ന ചില പ്രോക്യാരിയോട്സ് ആണ്. ഇവരിൽ കാണുന്ന പ്രത്യേക ഘടനയാണ് ക്രോമറ്റോഫോർസ്. അപ്പോൾ സൈനോ ബാക്ടീരിയ പോലുള്ളവയിൽ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന ഇവരിൽ കാണുന്ന പ്രത്യേക സ്ട്രക്ചറാണ് ക്രോമാറ്റോഫോർസ് എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ പ്ലാസ്മ മെമ്പറൈനുള്ളിലേക്ക് മടങ്ങി രൂപപ്പെടുന്ന ആന്തരിക സ്ഥര ഘടനകളാണ് ക്രോമാറ്റോഫോറുകൾ. സോ ഇവയിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു അഥവാ പിഗ്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു? പ്രസൻ്റ് ആണ്. സോ ക്ലോറോപ്ലാസ്റ്റിന് പകരമായി പ്രോക്യാരിയോട്സിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ക്രോമാറ്റോഫോറുകളാണ്. ഓക്കെ.